ഇവിടെ ഒരു പെൺകുട്ടിയുടെ മേൽ ഫുട്ബോൾ തട്ടി അവൾ താഴെ വീഴുന്നു. അപ്പോൾ പെട്ടെന്ന് അവൾക്കൊരു കാര്യം ഓർമ്മ വരുന്നു. ശരിക്കും അവൾ ഫ്യൂച്ചറിൽ നിന്നും വന്നതാണ്. ഇതേപോലെ അവളുടെ തലയിൽ പന്ത് തട്ടിയ ദിവസം അവളുടെ വീട്ടിൽ തീപിടുത്തമുണ്ടാവുകയും അവളുടെ അമ്മയുടെ കൈ പൊള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ വേഗത്തിൽ എഴുന്നേറ്റ് വീട്ടിലേക്ക് കോൾ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു. എന്നാൽ പോകുന്ന തിരക്കിൽ കുറുകെ വന്ന ഒരു ബൈക്ക് അവൾ ശ്രദ്ധിക്കുന്നില്ല. നോക്കിയപ്പോൾ അത് അവളുടെ സ്കൂളിൽ തന്നെയുള്ള തേസങ് എന്ന പയ്യനായിരുന്നു. എങ്കിലും അവൾക്ക് മറ്റു വഴിയില്ലാത്തത് കൊണ്ട് വീട്ടിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞ് അവനോട് സഹായം ചോദിക്കുന്നു. ഭാഗ്യത്തിന് അവളുടെ പരിഭ്രാന്തി നിറഞ്ഞ മുഖം കണ്ടതും തേസങ് അവളെ കൊണ്ടുപോകാൻ സമ്മതിക്കുന്നു. ഇതേസമയം സോളിന്റെ വീട്ടിൽ അവളുടെ ചേട്ടൻ പാചകം ചെയ്യാൻ നോക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് സോളിനെ തിരക്കി അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അവിടെ വരുന്നു. ശരിക്കും സോളിന്റെ ഫ്രണ്ടിനും അവളുടെ ചേട്ടനും തമ്മിൽ ഒട്ടും ഒത്തുപോകില്ലായിരുന്നു. അതുകൊണ്ട് അവർ രണ്ടുപേരും കണ്ടുമുട്ടിയ ഉടനെ തന്നെ വഴക്കിടാൻ തുടങ്ങുന്നു. അതേസമയം സോളിന്റെ ചേട്ടൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ മറന്നതുകൊണ്ട് അവിടെ തീ പിടിക്കാൻ തുടങ്ങുന്നു. അവിടെ പുക വരുന്നത് പോലും ശ്രദ്ധിക്കാതെ അവർ രണ്ടുപേരും ഗൗരവമായി തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ സോളിന്റെ ഫ്രണ്ട് അവിടെ വലിയ രീതിയിൽ പുക വരുന്നത് കാണുന്നു. എന്നാൽ അവൾ അത് എന്താണെന്ന് പരിശോധിക്കുന്നതിനിടയിൽ ആ പുക ശ്വസിച്ച് ബോധം കെട്ട് വീഴുന്നു. ഈ സമയത്താണ് സോളും തേസങ്ങും അവിടെ എത്തുന്നത്. അകത്തുനിന്ന് പുക വരുന്നത് കണ്ടു ഞെട്ടിയ സോൾ വേഗത്തിൽ വീട്ടിനുള്ളിലേക്ക് ഓടിക്കയറാൻ നോക്കുന്നു. എന്നാൽ ആ സമയത്ത് അവരുടെ അയൽക്കാർ ഒരു വലിയ മേശയുമായി പടികൾ ഇറങ്ങി വരികയായിരുന്നു. എങ്കിലും സോൾ ആ മേശയുടെ അടിയിലൂടെ വേഗത്തിൽ മുകളിലേക്ക് പോകുന്നു. തേസങ്ങും ഒട്ടും പതറാതെ വളരെ ഈസിയായി ചാടി മുകളിലെത്തുന്നു. എന്നാൽ അവർ വരുമ്പോഴേക്കും കിച്ചൺ മുഴുവൻ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ സോളിന്റെ ചേട്ടൻ അവളോട് തീ അണയ്ക്കാൻ പറഞ്ഞിട്ട് അവളുടെ ഫ്രണ്ടിനെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. സോൾ അവിടെയുള്ള ഒരു ജഗ് കണ്ടതും അതിലെ വെള്ളമെടുത്ത് തീയിലേക്ക് ഒഴിക്കുന്നു. എന്നാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. തുടർന്ന് അവളെ വേഗത്തിൽ പിന്നിലേക്ക് വലിച്ച തേസങ് തന്റെ ജാക്കറ്റ് ഒരു തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. ഇതേ സമയം പുറത്ത് സോളിന്റെ ഫ്രണ്ട് കുറെ നേരമായിട്ടും എഴുന്നേൽക്കാത്തത് കൊണ്ട് അവളുടെ ചേട്ടൻ അവൾക്ക് കൃത്രിമ ശ്വാസം നൽകാൻ നോക്കുന്നു. അപ്പോൾ പെട്ടെന്ന് കണ്ണു തുറന്ന സോളിന്റെ ഫ്രണ്ട് പേടിച്ച് അവന്റെ വായിൽ തന്നെ ഇടിക്കുന്നു. ആ ഇടിയിൽ അവന്റെ ഒരു പല്ല് കൊഴിഞ്ഞു പോവുകയാണ്. അതേസമയം എങ്ങനെയൊക്കെയോ ഒരു ഫയർ എക്സ്റ്റിങ്ഷൻ കണ്ടുപിടിച്ച തേസങ് ഒടുവിൽ ആ തീ പൂർണ്ണമായും അണയ്ക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അകത്തേക്ക് വന്ന സോളിന്റെ അമ്മ തീ പിടിച്ച വിവരം അറിഞ്ഞു ഞെട്ടുന്നു. എന്നാൽ അമ്മയുടെ കൈകളിലേക്ക് നോക്കിയ സോൾ വളരെ സന്തോഷവതിയാകുന്നു. കാരണം ഇതിനു മുമ്പ് അവർക്ക് സംഭവിച്ച ആ വലിയ തീപിടുത്തം ഒടുവിൽ അവൾ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഇതുപോലെ ഫ്യൂച്ചറിൽ പോകാൻ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ എന്ത് മാറ്റം വരുത്തും? താഴെ കമന്റ് ചെയ്യൂ. കൂടാതെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ സപ്പോർട്ട് കൂടി ചെയ്യണേ.